കുറച്ചുകൂടെ വില മാത്രം പോരാ, ക്വാളിറ്റിയും കൂടെ വേണം. ഇതൊക്കെ 25 എബോവാ. ഇത് നന്നായിട്ടുണ്ട് അല്ലേ അമ്മേ? കൊള്ളാം മോളെ. ഇതെടുക്കാം. ഇത് ഷിഫോൺ അല്ലേ? അതെ, ഷിഫോണിന്റെ മെറ്റീരിയൽ. നല്ല രസമല്ലേ? നോക്കട്ടെ. ഗ്ലിറ്റർ കണ്ടോ? അച്ഛന് ഇഷ്ടപ്പെട്ട കളറാ ബ്ലൂ. എനിക്കും ചേരും. ഇതും കൊള്ളാം. ഇതിനെത്രയാ? അതിനൊരു 22 സംതിങ് ആവും. നോക്കട്ടെ. കൊള്ളാം. കൊള്ളാല്ലേ മോളെ? ഗ്ലിറ്റർ ഉണ്ട്. ഗ്ലിറ്റർ ചേരുന്നുണ്ടോ? കൊള്ളാം. വേണ്ട, ഇത് പോകും. എന്തുപറ്റി? ഇതൊരൊറ്റ വാഷിന് ഇളകി പോകും. വെറുതെ പൈസ കളയണ്ട. ഇത് നിനക്ക് പറ്റിയത് ഞാൻ കൊണ്ടുവന്നു. അത് അത്ര സുഖമല്ല മോളെ. വേറെ നോക്കട്ടെ ചേച്ചി. ആദ്യം സ്വന്തം നിലപാടെ ഉറച്ചിക്കാൻ പഠിക്കും. സുരേഷേട്ടാ എന്താടി ചേട്ടാ നോക്കി, ഇത് നല്ല രസമുണ്ട്. എനിക്കിത് നന്നായിട്ട് ചേരുന്നില്ലേ? നല്ല കളറും അമ്മയ്ക്ക് അതാ പറഞ്ഞേ. നല്ല ഡിസൈനാ. അമ്മയ്ക്ക് ഇത് തന്നെ മതി. അതെ അതെ, മോക്ക് ഇഷ്ടായില്ലേ? അയ്യോ അതെ, എന്നാന്നറിയോ, ഇത് ഇച്ചിരി ഡള്ള കളർ. നീ ബ്രൈറ്റ് ആയതുകൊണ്ടേ നിന്റെ കളറിന് ചേർത്തില്ല. എനിക്കും അത് തോന്നി. തോന്നിയോ? അതാ സുരേഷ് ചേട്ടാ പറഞ്ഞ സെലക്ട് ചെയ്യാം. ഞാൻ എടുത്തേ. വാ വാ. ഞങ്ങളതാ അതൊന്നും നല്ല രസമുണ്ടല്ലേ? ആണോ? നീ അവിടെ നോക്ക്. ഉണ്ട്, നല്ല സെലക്ഷൻ ഉണ്ട് അവിടെ. മോളെ അതൊന്നും എടുത്തേ. ഇതും കൊള്ളില്ലടി. അതിങ്ങടുത്ത് നീ എന്നാ നോക്കിയാ? ഇത് നല്ലതല്ലേ മോളെ? പിന്നെ ഇത് കുഴപ്പമില്ല കേട്ടോ. ഇത് കണ്ടോ? നോക്കിയേ, ഇതാണ് എന്റെ മനസ്സിലുണ്ടായിരുന്ന കളർ. നന്നായിട്ടുണ്ട്. നല്ല രസമില്ലേ? നല്ല രസമില്ലേ? ഇടി കഴിഞ്ഞ ദിവസം നമ്മളൊരു പരസ്യത്തിൽ ശോഭന ഇട്ടുണ്ടെന്ന് സാരി കണ്ടോ? നീ പറഞ്ഞില്ലേ നന്നായിട്ടുണ്ടെന്ന്? സെയിം കളറാ. സെയിം കളറാ. ഇപ്പൊ നിന്നെ കണ്ട ഒരു ശോഭന ലുക്ക് അല്ലേ മോളെ? കൊള്ളാം അല്ലേ? കൊള്ളത്തില്ല. നല്ല ഐഡിയ. ഇതല്ല. ഇത് തന്നെ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് ഈ അമ്മയ്ക്ക് സൂപ്പർ ആയിട്ട് ചേരും. അമ്മ സത്യം ഇത് കൊള്ളില്ലടി. കളറൊന്നും കൊള്ളില്ലെന്ന്. അവക്ക് ഇഷ്ടപ്പെട്ടല്ലേ ഏട്ടാ? നല്ലയാ, നല്ല മെറ്റീരിയലാ. ശോഭനയൊന്നും വേണ്ട, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. ലീലാമച്ചി ഇതെങ്ങനുണ്ട്? ലീലാമച്ചി ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്താ നോക്കി ഭംഗിയില്ലേ? നല്ല ഭംഗിയുണ്ട്. കളർ കൊള്ളില്ല. അയ്യോ ചേച്ചി, ജെൻസിന്റെ വള്ളിയുള്ള അവിടെ ഇത് മതി, ഇത് മതി. ചുമന്നുകൊണ്ട് നടക്കാൻ ഒരാളെ നിർത്തണം കേട്ടോ. ചേട്ടനില്ലേ, ഇതിന് ചേരുന്നില്ല. ഇത് മാത്രമേ എടുത്തുള്ളൂ. ഇത് കൊള്ളാമേ, നല്ല കളറാ. അതാ അമ്മ, ഇതിന് നല്ല വിലയുണ്ട്. എന്റെ ഭാര്യ എടുത്തതിനേക്കാൾ 500 രൂപയല്ലേ ഉള്ളോ കൂടുതല്? അല്ലേ? ഇതോടെ എടുത്തോ. ലുക്ക് കറക്റ്റ് ആദ്യിച്ചിക്കാ പോയിരുന്നെ. ആ എക്സ്പ്രഷൻ കണ്ടാലേ അറിയാം ചേട്ടൻ ലവ്വാ. പക്ഷെ ചേച്ചി പറയുന്ന കുറെ നാൾ കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കുന്നുള്ളെന്നോ? അത്രയും നാളും ഞാൻ ചേച്ചിയെ സഹിക്കണ്ടേ? അതിന് ലവ് ചെയ്താ ചെലപ്പം കല്യാണം കഴിക്കാൻ തോന്നുമായിരിക്കുമല്ലേ? തോന്നുമായിരിക്കും, എനിക്കറിയത്തില്ല. എന്നാ തോന്നും. എന്റെ കസിൻ ചേച്ചിയും ഇതുപോലെ തന്നെ ലവ് ചെയ്തിട്ട് തന്നെയാ കല്യാണം കഴിച്ചത്. ആണല്ലേ? അപ്പൊ ചേച്ചി ലവ് ചെയ്ത് കല്യാണം കഴിക്കുകയും ചെയ്യും, എനിക്ക് ഫ്രീഡം കിട്ടുകയും ചെയ്യും. അച്ഛനും ഹാപ്പി, അമ്മയ്ക്കും ഹാപ്പി, ലീലമ്മച്ചി ഹാപ്പി, ഞാനും ഹാപ്പി. പൊന്നടാവേ, അതൊന്നും നടക്കില്ല. ഇനി ആ പിള്ളേരുടെ മുമ്പിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ അതുങ്ങൾ സത്യമായിട്ട് എന്നെ പിടിച്ചിരിക്കും, കൂടെ നാട്ടുകാരും കൂടി. ഓടാ അവിടുന്ന്, അതൊന്നും വർക്കൗട്ട് ആവില്ല. കിട്ടിയെന്നാ തോന്നണേ.
പോയാണ്. ഇനി എന്തെങ്കിലും വേണോ? ഇതൊന്ന് കഴിച്ചോട്ടെ എന്നിട്ട് പറയാം. ഓ എന്തായിരുന്നു പേര്? ഗിരീഷ്, KC ഗിരീഷ്. പേര് പോരാ, ഒരു പഴമ. വീട്ടുകാര് പഴയ പേരിട്ട് കളഞ്ഞു. അത് കുഴപ്പമില്ല. ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു? അതെ. എനിക്കെല്ലാം മനസ്സിലായി. ചേട്ടന് ആദ്യച്ചിയുടെ അടുത്ത് ലവ് അല്ലേ? അയ്യോ അതിപ്പോ അങ്ങനെയല്ല. അല്ലേ? എന്നാലും ലവ് ആർക്കും എപ്പോ വേണമെങ്കിലും വരാലോ, അതെ. സ്വാഭാവികം. പക്ഷേ ഇത് സീരിയസ് ആണോ? ഞാൻ സീരിയസ് ആണ്. പ്രോമിസ് ആയിട്ടും എനിക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാ പറഞ്ഞേ, ആദ്യം അടുത്ത് പരിചയപ്പെടാൻ പോകുന്ന ഇത്തിരി പാടാണ്. അക്ഷരയാവുമ്പോൾ പാവമാണ്, ഹെൽപ്പ് ചെയ്യുമെന്ന് ഒന്ന് സഹായിക്കണം. എന്താ ജോലി? ഞാൻ MBA ഫസ്റ്റ് ക്ലാസ് ആണ്. അതാണോ ജോലി? അതല്ല, ഈ സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്, പ്രീമിയം ലക്ഷറി കാസിൻ്റെ ഒക്കെ. എന്നാ പിന്നെ അതങ്ങ് നേരത്തെ പറഞ്ഞാ പോരെ? മതി. എന്നാലും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഫ്ലോയിൽ വന്നതാണ്. പിന്നെ വീട്ടിൽ ഒരമ്മ, ഒരനിയത്തി. അത് ചോദിച്ചില്ലല്ലോ. അതെ, ചോദിച്ചില്ല. എന്നാലും ഫാമിലി പറഞ്ഞോന്നുള്ളൂ. കഴിക്കേ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ, ആലോചിക്കണം, നല്ലതാ. അച്ചു പഠിക്കുന്നല്ലേ? ആ ചേച്ചി, ഞാൻ ഒരു 5 മിനിറ്റിൽ തിരിച്ചു വരും. ആ സോളാർ സിസ്റ്റം വേഗം പഠിച്ചോ. വന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കൂട്ടാ. ആ ആ ഇതാണ് എന്റെ പ്ലാൻ. കുറച്ച് റെഫറൻസ് എടുത്തിട്ടുണ്ട്. എന്ത് പറ്റി? നിങ്ങൾക്ക് പരീക്ഷ വല്ലതും ഉണ്ടോ? ചേട്ടാ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതിനു മുന്നേ ഒരു ബർഗർ പറ. ചേട്ടാ, ഒരു ബർഗർ. ഓ ശരി. പോരാട്ടോ, പറ. ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അയാളെ എങ്ങനെ പരിചയപ്പെടാം എന്നുള്ളതാണ്, അല്ലേ? അതെ, പക്ഷെ എങ്ങനെ പരിചയപ്പെടും? അത് വളരെ സിമ്പിളാ. ആദ്യത്തെ അമ്മയും ദിവസം ഇൻസ്റ്റാഗ്രാമിൽ റീലിടും. സത്യം പറയാലോ, നല്ല വെറുപ്പിക്കൽ പരിപാടിയാണ്, അല്ലേ? കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നോ? അല്ല, വെറുപ്പിക്കലാണ്. ആ, എന്നാലും നല്ല രസമുണ്ടായിരുന്നു, നല്ല ആക്ടിങ് ആയിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണം. പക്ഷെ ഇതെങ്ങനെ പറയും? ഞാൻ പറഞ്ഞുതരാം. എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് ചേച്ചിയും അതോടെ വെച്ചേക്ക്. പറഞ്ഞു. എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് ആദ്യേച്ചിയും അമ്മയും ഞങ്ങളുടെ വീടിന് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോവും. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം ബ്ലൂ കളറാ. അന്ന് ചേട്ടൻ ബ്ലൂ കളർ ഷർട്ട് ഇട്ടോണ്ട് വരണം. വെറുതെ ഒന്ന് പരിചയപ്പെട്ടാ മതി. അതാണ് എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. സൂപ്പർ മാർക്കറ്റ്, സിമ്പിൾ. ചേച്ചി ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ചെയ്യുന്നേ? അതെ. അയ്യോ, ഞാൻ ഫോളോവറാ. അയ്യോ, താങ്ക് യു. ഞാനും എന്റെ അനിയത്തൊക്കെ ചേച്ചിയുടെ കട്ട ഫാൻസ് ആട്ടോ. ചേച്ചി സൂപ്പറാ. റീൽസ് ഒക്കെ നല്ല ഫണ്ണിയാ. താങ്ക് യു. അതൊക്കെ ചുമ്മാ സമയം പോകാനൊരു രസത്തിന്. ആണോ? അതെ. പക്ഷെ സൂപ്പർ ആട്ടോ. ഇത് കൂടെ അഭിനയിക്കുന്ന എന്റെ മോളാ. അയ്യോ, ഞാൻ അനിയത്തിയെ തീർച്ചിരിക്കായിരുന്നു. മോളുടെ അഭിനയം കുറച്ചും കൂടി ഒക്കെ നന്നാവാനുണ്ട്. ചേച്ചി സൂപ്പറാ. താങ്ക് യു. ചേച്ചി ഒരു സെൽഫി എടുത്തോട്ടെ. പിന്നെന്താ? അനിയത്തിനെ കാണിക്കുന്ന അവള് ഞെട്ടും. എത്രയാ നീക്കോ? ഒന്നൂടെ. ഓക്കെ, എന്താ അടി? അപ്പൊ റീൽസ് ഒക്കെ അടിപൊളിയാവട്ടെ. ഞങ്ങൾ ഫാൻസ് ഒക്കെ കട്ട വെയിറ്റിംഗാ. ഓക്കെ ചേച്ചി. അമ്മച്ചി എന്റെ ഫാനാ. വല്ലാണ്ട് ഓവറാക്കല്ലേ. പുള്ളിക്കാരൻ ചെറുതായിട്ട് ഓവർ സ്മാർട്ടാ. എന്റെ മോളെ, ഞാൻ അതൊന്നും അല്ല ആലോചിക്കുന്നത്. കേരളത്തിലെ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ അങ്ങ് അതപ്പതിച്ചു പോയോ? ഇവിടെ ഫാന് ഒരു കൂട് ബിസ്ക്കറ്റിന് വേണ്ടി അവൻ ഈ വണ്ടി തള്ളി ഇത്രയും ദൂരം വന്നേച്ചു പോയത്.